നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. റൈറ്റ്സിൽ എഞ്ചിനീയർമാർക്ക് അവസരം. കേരളത്തിൽ 16 ഒഴിവുകൾ. പരീക്ഷയില്ല, ഇന്റർവ്യൂ മാത്രം. 50,721 രൂപ വരെ ശമ്പളം. റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള നവരത്ന പൊതുമേഖലാ സ്ഥാപനമായ റൈറ്റ്സ് ലിമിറ്റഡ് കേരളത്തിൽ വിവിധ പ്രൊജക്ട് സൈറ്റുകളിലേക്ക് എഞ്ചിനീയർമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നു. സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്ക് മികച്ച ശമ്പളത്തിൽ സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടുവാനുള്ള മികച്ച അവസരമാണിത്. ആകെ 16 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റെസിഡന്റ് എഞ്ചിനീയർ, ക്വാളിറ്റി എഞ്ചിനീയർ, ഫീൽഡ് എഞ്ചിനീയർ എന്നീ തസ്തികകളിലേക്കാണ് നിയമനം നടത്തുന്നത്. ഒഴിവുകളുടെ വിശദാംശങ്ങൾ നോക്കാം. ഫീൽഡ് എഞ്ചിനീയർ സിവിൽ 11 ഒഴിവുകൾ, റെസിഡന്റ് എഞ്ചിനീയർ 3 ഒഴിവുകൾ, ക്വാളിറ്റി എഞ്ചിനീയർ 2 ഒഴിവുകൾ. ഫീൽഡ് എഞ്ചിനീയർ തസ്തികയിൽ ജനറൽ, OBC, EWS, SC വിഭാഗങ്ങൾക്കായി സംവരണം നൽകിയിട്ടുണ്ട്. റെസിഡന്റ് എഞ്ചിനീയർ, ക്വാളിറ്റി എഞ്ചിനീയർ തസ്തികകളിലെ ഒഴിവുകൾ ജനറൽ വിഭാഗത്തിനാണ്. ശമ്പളവും ആകർഷകമാണ്. ഫീൽഡ് എഞ്ചിനീയർ പ്രതിമാസം 42,478 രൂപ, ക്വാളിറ്റി എഞ്ചിനീയർ പ്രതിമാസം 46,417 രൂപ, റെസിഡന്റ് എഞ്ചിനീയർ പ്രതിമാസം 50,721 രൂപ. ഇതിനു പുറമെ കമ്പനി നൽകുന്ന മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും. യോഗ്യതയായി AICTE അംഗീകാരമുള്ള സ്ഥാപനത്തിൽ നിന്നോ അംഗീകൃത സർവകലാശാലയിൽ നിന്നോ സിവിൽ എഞ്ചിനീയറിംഗിൽ ഫുൾ ടൈം BA, BTech ബിരുദം ഉണ്ടായിരിക്കണം. അതോടൊപ്പം നിർമ്മാണ മേഖലയിലെ പ്രവൃത്തി പരിചയവും നിർബന്ധമാണ്. റെസിഡന്റ് എഞ്ചിനീയർ കുറഞ്ഞത് 8 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ക്വാളിറ്റി എഞ്ചിനീയർ കുറഞ്ഞത് 5 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഫീൽഡ് എഞ്ചിനീയർ കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ പരിചയമാണ് പരിഗണിക്കുന്നത്. അക്കാദമിക് ഗവേഷണമോ അധ്യാപന പരിചയമോ പ്രവൃത്തി പരിചയമായി കണക്കാക്കില്ല. പ്രായപരിധി 2026 ജൂലൈ 30 അടിസ്ഥാനമാക്കി പരമാവധി 55 വയസ്സ് വരെ. സംവരണ വിഭാഗക്കാർക്ക് സർക്കാർ ചട്ടപ്രകാരം പ്രായ ഇളവും ലഭിക്കും. SC/ST 5 വർഷം, OBC നോൺ ക്രീമിലെയർ 3 വർഷം. ഭിന്നശേഷിക്കാർക്ക് നിലവിലെ ഇളവുകൾക്ക് പുറമെ അധിക ഇളവും ലഭ്യമാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത എഴുത്തു പരീക്ഷ ഇല്ല എന്നതാണ്. ആദ്യം വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും അടിസ്ഥാനമാക്കി ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. തുടർന്ന് നേരിട്ടുള്ള അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ തെരഞ്ഞെടുപ്പ് നടത്തുക. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ശേഷമായിരിക്കും നിയമനം. അഭിമുഖത്തിൽ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ പങ്കെടുക്കാൻ കഴിയും. നിയമനം ആദ്യ 1 വർഷത്തെ കരാർ അടിസ്ഥാനത്തിലായിരിക്കും. എന്നാൽ പ്രൊജക്ടിന്റെ ആവശ്യകതയും ഉദ്യോഗാർത്ഥിയുടെ പ്രവർത്തന മികവും പരിഗണിച്ച് കരാർ കാലാവധി ദീർഘിപ്പിക്കുവാനും സാധ്യതയുണ്ട്. കേരളത്തിലെ വിവിധ റൈറ്റ്സ് പ്രൊജക്ട് സൈറ്റുകളിലായിരിക്കും നിയമനം നടത്തുക. എന്നാൽ കമ്പനിയുടെ ആവശ്യാനുസരണം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും ജോലി ചെയ്യാൻ തയ്യാറായിരിക്കണം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 2026 ജൂലൈ 30-നകം റൈറ്റ്സ് ലിമിറ്റഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദവും ആവശ്യമായ പ്രവൃത്തി പരിചയവും ഉള്ളവർ ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.